ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കിഡ്സിനുള്ള മാസ്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് പേപ്പറിലെ പാറ്റേൺ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ചെറിയൊരു ഇതുപോലത്തെ ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, ചെറുത്. ഇതിൻ്റെ വീതിയും നീളവും ഒരേപോലെ 8.5 ഇഞ്ചിലാണ് ഉള്ളത്. 8.5 ഇഞ്ച് വീതി നീളമുള്ള ഒരു പ്ലേറ്റ് എടുക്കുക, എന്നിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യുക. പിന്നീട് ഞാനിത് ആദ്യം 2ആയി മടക്കി അതിനുശേഷം 4ആയി മടക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ മടക്ക് വശത്ത് നിന്നും ടാപ്പ് വെച്ച് ഒരു 3 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക. അതുപോലെ അപ്പുറത്തെ സൈഡ് ഒരു 5.5 സെൻറ്റിമീറ്ററിൽ ഒരു മാർക്ക് കൊടുക്കുക, 5.5 സെൻറ്റിമീറ്ററിൽ. എന്നിട്ട് കർവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതേ പ്ലേറ്റ് തന്നെ വെച്ചിട്ട് നമ്മളൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ഈ പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ തുണിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഞാനിനി തുണിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തുണി അധികം വേസ്റ്റായി പോവാതെ ചെയ്തെടുക്കാൻ പറ്റും. മാസ്ക് കട്ട് ചെയ്യുന്നതിനുള്ള ഒരു രീതിയാണിത്. നമ്മളൊരു പേപ്പറിൽ പാറ്റേണായി കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ച് തുണിയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തുണി അധികം വേസ്റ്റ് ആയി പോവാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇത് വെച്ചിട്ട് 2 പീസ് തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പീസ് ഉള്ളിൽ ലൈനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഈ അറ്റങ്ങൾ തമ്മിൽ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ മറ്റേ സൈഡും ഒരുമിച്ച് വെച്ചിട്ട് ലൈനിങ് പീസ് പോലെ ഒരെണ്ണം വെച്ച് കൊടുക്കാൻ വേണ്ടി എക്സ്ട്രാ കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഈ 3 പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ ലൈനിങ് പീസ് റോങ് സൈഡിൽ വെച്ച് കൊടുക്കണം. എന്നിട്ടത് ഓപ്പൺ ചെയ്തിട്ട് ആണ് നമ്മൾ ബാക്കിയുള്ള സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ നല്ല വശം ഞാൻ പുറത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ നല്ല വശം മറിച്ചെടുത്ത ഭാഗം ഈ ഹോള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. മൊത്തം ഒരു സ്റ്റിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി ഇവിടെ ഞാനൊരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അതിൻ്റെ മീതെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ ഇപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇട്ട് കൊടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ സൂചിയിൽ കുത്തിയിട്ട് ഞാൻ ഇതിൽ കൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കൈകൊണ്ട് തുന്നി കൊടുത്താലും പ്രശ്നമില്ല, രണ്ടും വേണമെങ്കിലും ചെയ്യാം.
നമ്മളിത് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് ആക്കി കൊടുക്കുക ചെയ്യുന്നത്. നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറത്തേക്ക് കാണില്ല. നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ അതിൻ്റെ കൂടെയുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.